2022 നമ്മൾ കാഞ്ഞിരപ്പള്ളി ബാങ്ക് ഓഫ് ബറോഡയിലെ ഒരു സ്റ്റാഫിനെതിരെ ഒരു പരാതി കൊടുത്തു. കാഞ്ഞിരപ്പള്ളി മാനേജർക്ക് സുനിൽകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പം അതായത് പരാതി കൊടുത്തതിന് ശേഷം അപ്പോൾ എന്റെ പേര് കുറച്ച് ഡോക്യുമെന്റ് ഉണ്ടാക്കിയെന്നും വ്യാജമായ ലോൺ എടുക്കാൻ വേണ്ടി അവിടുത്തെ കാഞ്ഞിരപ്പള്ളി ബാങ്കിലെ സ്റ്റാഫ് ഇത് ചെയ്തു എന്നും കാണിച്ചാണ് പരാതി കൊടുത്തത്. അന്ന് എന്നോട് പറഞ്ഞു പ്രധാനമന്ത്രിക്ക് കൊണ്ടുപോയി പരാതി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇറക്കി വിടുക ചെയ്തത്. അതിനുശേഷം ഞാൻ 2022 ജൂൺ മാസം കുറുകുന്നം പോലീസ് സ്റ്റേഷനിൽ ഇത് കാണിച്ച് ഞാൻ പരാതി കൊടുത്തു. പരാതി കൊടുത്തതിന് ശേഷം അവിടെ ഈ സ്റ്റാഫ് വലിയ ചെറുപിടിപാടുള്ള സ്റ്റാഫാണ്. അദ്ദേഹത്തിന്റെ അവരുടെ പിടിപാട് മൂലം ആ പരാതി കുറുകുന്നം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മായ്ച്ചു കളയുക ചെയ്തു. അപ്പം ഞാൻ അതിനുശേഷം ഇതെല്ലാം വിവരങ്ങളും കാണിച്ചുകൊണ്ട് 2022 അതേ മാസം തന്നെ റീജിയണൽ ഓഫീസിൽ എറണാകുളം ബാങ്ക് ഓഫ് ബറോഡ റീജിയണൽ ഓഫീസിൽ ഈ പരാതി കൊടുത്തു. ഈ പരാതി കൊടുത്തതിനകത്ത് ഇതെല്ലാം കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പരാതിയായിട്ട് ചെല്ലുമ്പോൾ ഞാൻ കൊടുത്ത പരാതിക്കകത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അന്നപ്പോൾ എന്റെ പേരിൽ ഉണ്ടാക്കിയ കാര്യങ്ങൾക്ക് എനിക്ക് തെളിവുണ്ടായിരുന്നു. മറ്റു കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ആരോപണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഈ പരാതി വായിച്ച റീജിയണൽ ഓഫീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നീ ഇതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ ഇല്ലാണ്ടാക്കി കളയുന്ന ഇയാളുടെ പേരറിയത്തില്ല എന്നോട് പറഞ്ഞതാണ്. അത് ഞാൻ പല പരാതിയിലും ശേഷം പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം ഞാൻ ഈ പരാതി കൊണ്ട് കൊടുത്തതിന് ശേഷം പിന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ ബാങ്കിലെ ഈ സ്റ്റാഫിന്റെ ഭാഗത്തുനിന്നും ഭയങ്കര ഭീഷണിയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ഇതെല്ലാം കാണിച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളി മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ 2022 ജൂൺ മാസം 30 തീയതി 12/31/2022 നമ്പറായ ഹർജി ഇതെല്ലാം കാണിച്ച് ഫയൽ ചെയ്യുകയാണ്. ഇതെല്ലാം ഇതിനകത്ത് പറഞ്ഞ എന്റെ പേര് വ്യാജ ഡോക്യുമെന്റ് ഉണ്ടാക്കിയതും ഈ പറഞ്ഞ ഇവരുടെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഹർജി ഫയൽ ചെയ്തു. ആ ഫയൽ ചെയ്തു ഒരു 25-30 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കുറുകുന്നം പോലീസ് സ്റ്റേഷൻ എന്നെ വിളിച്ച് പോലീസിനെ അറസ്റ്റ് ചെയ്യുക ഉണ്ടായത്. കാര്യം ഈ സ്റ്റാഫിനെ ഞാൻ റേപ്പ് ചെയ്തു എന്ന് പറയുന്നത് റേപ്പ് കേസ് വരുന്നു. 2022 ഓഗസ്റ്റ് മാസം 9 തീയതി, അതായത് ഇപ്പൊ 2022 ഓഗസ്റ്റ് മാസം അടുത്ത 2 ദിവസം കഴിയുമ്പോൾ ഞാൻ അതേ സമയം തന്നെ എന്നെ അറസ്റ്റ് ചെയ്യുന്നു, റേപ്പ് കേസ് വരുന്നു. ഞാൻ 15 ദിവസം ഞാൻ കൊണ്ടുവന്ന സബ് ജയിലിൽ കിടന്നു. എനിക്ക് എന്തിനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സബ് ജയിലിൽ കിടന്നുപോയി. റേപ്പ് കേസാണെന്ന് അറിയായിരുന്നു. ഇതിന്റെ പിന്നിലെ റീസൺ എന്താണെന്ന് അറിയില്ല. ഞാൻ ഹൈക്കോടതി വെയിൽ വന്ന് ഞാൻ 15 ഇറങ്ങിയ ശേഷം ഇതിനെക്കുറിച്ച് എല്ലാം പഠിച്ചപ്പോഴാണ് മനസ്സിലായത് അതിനകത്ത് ഞാൻ കൊടുത്ത പരാതിയാണ് ഇത് പ്രധാന പ്രശ്നം. ഈ പരാതി ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് പറയും ബാങ്ക് ഓഫ് ബറോഡയിൽ ഇവര് വ്യാജമായ ഡോക്യുമെന്റ് വെച്ചിട്ടാണ് ഈ സ്ത്രീ അവർ മുണ്ടക്കയം ബാങ്ക് ഓഫ് ബറോഡയാണ് ഇപ്പോൾ ജോലി ചെയ്തിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളിലായിരുന്നു 2022. ഇപ്പം മുണ്ടക്കയം ബാങ്ക് ഓഫ് ബറോഡയിലെ ക്ലർക്കായിരുന്നു, അങ്ങോട്ട് മാറി. അവിടെ ഇപ്പോഴും ഈ സമയത്തും അവർ ആ കസേരയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇതുമായിട്ട് ഹൈക്കോടതിക്ക് ബെയിൽ തന്നു, ഇറങ്ങി. ഞാൻ പിന്നെ ഇതിന്റെ പുറകെ ഞാൻ കേസ് ഹൈക്കോടതി ജാമ്യം നിന്നു. പിറ്റേ ദിവസം തന്നെ ഞാൻ ഈ റേപ്പ് കേസ് വ്യാജമാണെന്ന് കാണിച്ചുകൊണ്ട് പ്രതിക്ക് പറയാനുള്ളത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി ഹർജി ഫയൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അതിനെതിരെ ഒരു ഓപ്പോസിറ്റ് ഹർജിയായിട്ട് ഇത് വരുന്നു. ഇതിന്റെ പിന്നെ ഈ ലേഡിയുടെ കൂട്ടത്തിൽ ഇത് പുറത്തു വരുന്ന ആഗ്രഹിക്കുന്ന ബാങ്ക് ഓഫ് ബറോഡ റീജിയണൽ ഓഫീസിലെ കാഞ്ഞിരപ്പള്ളി ബ്രാഞ്ചിലെ പല ബ്രാഞ്ചിലെ ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാവരും ഈ സമാനമായി വ്യാജ ഡോക്യുമെന്റ് വെച്ചിട്ടാണ് ഈ ജോലി മേടിച്ചിരുന്നത്. അത് അന്വേഷണം അവരിലേക്ക് എത്തരുത്, അതുകൊണ്ട് ഞാൻ ഇല്ലാണ്ടാവണം. അതിനാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 20 ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ സ്ത്രീയുടെ പുറകെ നടന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പാലാ പോലീസ് സ്റ്റേഷനിൽ എന്റെ പേരിൽ കേസ് വരുന്നു. 354 സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ പേര് വന്നു. പിന്നെ 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ് മോഷന് പോയതിന് വീണ്ടും ഒരു കേസ് വരുന്നു. വീണ്ടും ഒരു 15 ദിവസം കഴിഞ്ഞത് മോഷണ കേസാണ്, ജാമ്യമില്ലാ വകുപ്പാണ്. എനിക്കിവിടെ മാറി നിൽക്കണം. ഞാൻ ഹൈക്കോടതി സമീപിച്ചു. ആ ഹൈക്കോടതിയിലെ എന്റെ അഡ്വക്കേറ്റ് ജാമ്യഹർജി പരിഗണിക്കുമ്പോൾ തന്നെ ആ കേസ് കള്ളക്കേസാണെന്നതായി കോടതിക്ക് ബോധ്യമായി. അപ്പോഴത്തേക്കും കോടതി പറഞ്ഞു ജാമ്യം പോയിട്ടാണ് ഞങ്ങൾ ജാമ്യം വിഡ്രോ ചെയ്തിട്ട് പോയത്. അതിനകത്ത് തന്നെ വീണ്ടും കൊടുക്കാൻ പറ്റാതെ വന്നപ്പോഴത്തേക്കും ഇവര് വീണ്ടും ഒരു കാർ മോഷണ കേസ്. ഒരു സ്ത്രീ അവരുടെ പരാതി കൊടുക്കുന്നത്, സ്ത്രീയുടെ ഈ നാട്ടിലെ നിയമം അറിയാലോ, സ്ത്രീ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ FIR 70 വീട് ആൾക്കാർ കേരളത്തില് പോലീസിൽ FIR എടുത്തിട്ട് പോലും 5-10 ഇവരുടെ ആൾക്കാരുടെ ഇത് ഉടനെ കൊടുക്കാന്നല്ല പറയുന്നത്. ജോലി കിട്ടിയതിനു ശേഷം ഇവരുടെ കേന്ദ്ര സർക്കാരാണ് ഇത് പുറപ്പെടുവിക്കുന്നത്.